ഇനി കേരളത്തിൽ മദ്യനിർമ്മാണ കമ്പനികൾ വേണ്ട എന്ന് തീരുമാനിച്ചത് EK നയനാർ ഗവൺമെന്റ് കാലത്താണ്. സർ, പിന്നീട് വന്ന VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളത്തിൽ മദ്യശാലകൾ ആരംഭിച്ചില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആരംഭിച്ചില്ല. ഇതിനുശേഷവും കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. 2000-ൽ 2 ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. 2003-ലെ UDF ഭരണകാലത്താണ് തൃശൂരിലെ മലബാർ ബ്രൂവറി ബിയർ നിർമ്മാണം തുടങ്ങിയത്. കേരളത്തിൽ നിലവിൽ 10 ഡിസ്റ്റിലറിയും 8 ബ്ലെൻഡിംഗ് യൂണിറ്റും 2 ബ്രൂവറിയും പ്രവർത്തിക്കുന്നു. 10 ഡിസ്റ്റിലറിയിൽ 7 ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ്. ബ്രൂവറി 2 ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത്. ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെ തെരഞ്ഞെടുത്തു? ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? കേരളത്തിൽ നിലവിൽ 10 ഡിസ്റ്റിലറിയും 8 ബ്ലെൻഡിംഗ് യൂണിറ്റും 2 ബ്രൂവറിയും പ്രവർത്തിക്കുന്നു. 10 ഡിസ്റ്റിലറിയിൽ 7 ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ്. ബ്രൂവറി 2 ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത്. ടെൻഡർ വിളിച്ചിട്ടായിരുന്നോ ഇതിലേതെങ്കിലും ആരംഭിച്ചത്? വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നാട്ടിലൊരു വ്യവസായം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ പുതുശ്ശേരിയിലും എലപ്പുള്ളിയിലും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടിവരുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു? നിലവിൽ കിൻഫ്രയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മഴവെള്ള സംഭരണി വഴിയും മറ്റ് ജലസ്രോതസ്സുകൾ വഴിയും ലഭിക്കുന്ന ജലം വിതരണം ചെയ്യുന്നുണ്ട്. കിൻഫ്രയിലേക്കുള്ള ലൈനിന് അംഗീകാരം കൊടുത്തത് 2011-16-ലെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. പ്രതിദിനം 8 ലക്ഷം ലിറ്റർ വരെയാണ്